ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാജേ, ഉം. എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഇത്രയും പ്രോഗ്രസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാണ്ട് സംസാരിക്കണതും ചിന്തിക്കണ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് മലയാളീസ് എന്ന്. ആണോ? മലയാളികൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ശരിയാണ്. മലയാളികൾ എന്താ പറയുക, ഈ എല്ലാം തികഞ്ഞവരെന്ന് വിശ്വസിക്കുന്ന കുറേ കുറേ ആൾക്കാരാണ് ഈ മലയാളികൾ. അവരുടെ വിചാരം അവരാണ് ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഏറ്റവും വൃത്തിയായിട്ട് നടക്കുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ എന്താ പറയുക, സിവിക് സെൻസ് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ. ഇതൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ, അതിൽ കുറച്ചൊക്കെ ശരിയുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ പല പല ധാരണകളും തലയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ വന്നൊരു പൊട്ടക്കിണറ്റിലെ തവളകളായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ബുദ്ധിയുള്ള മലയാളികളാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്. എന്ത് ഇരട്ടിപ്പിക്കൽ പരിപാടിയായിട്ട് ചെന്നാലും മലയാളി അതിലുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളാണ്. ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള മലയാളികളാണ്. അവർക്ക് ഇങ്ങനെ ന്യൂസ്, അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഇത്രത്തോളം ഒരു വാല് കിടക്കുന്ന സംസ്ഥാനത്ത് ഇത്രത്തോളം ന്യൂസ് ചാനലുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഈ പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഇതിനോട് അറിയാനുള്ള ഒരു വ്യഗ്രത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇന്നവേ നല്ലതല്ലേ. പക്ഷേ എന്താ വെച്ചാൽ ടൂ മെനി ഇൻഫർമേഷൻ അല്ല, കറക്റ്റ് ഇൻഫർമേഷൻ ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ കുറേ മലയാള മാധ്യമങ്ങളും കണ്ട് നമ്മളൊരു പ്രീ കൺസീവ്ഡ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, മോദി എന്ത് ചെയ്താലും അതിനെ എതിർക്കുക. മോദി എന്ത് ചെയ്താലും, ഓക്കെ, നല്ല ചെയ്താലും ചീത്ത ചെയ്താലും എന്ത് പറഞ്ഞാലും അതിനെ അങ്ങ് എതിർത്തേക്കും ആദ്യം. അത് കണക്ക് തന്നെ എന്താ പറയുക, കേന്ദ്രം എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിനെ തെറ്റായി അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുക, വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുക. അല്ല പിന്നെ മലയാളികൾക്ക് പണ്ട് വളരെ പറഞ്ഞാൽ എന്തും നമ്മുടെ രാഷ്ട്രീയക്കാർക്കുള്ളതാണ്, എന്തിനും ആദ്യം എതിർക്കും, എന്നിട്ട് അതൊരു 15 വർഷം കഴിയുമ്പം അത് ഏറ്റെടുക്കും, അല്ല നല്ലതെന്ന് പറയും. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കും. അപ്പോൾ അത് കണക്ക് തന്നെ ഞാൻ പറഞ്ഞു വന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ്, നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ നാഷണൽ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഭയങ്കര ബഹളമാണ്. എയിംസ് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, കേരളത്തിനെ അവഗണിച്ചു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ ഇതിൽ പണ്ടത്തെ ബഡ്ജറ്റ് അല്ല ഇപ്പോഴത്തെ ബഡ്ജറ്റ്. മനസ്സിലായില്ലേ? കേരളത്തിന് ഞാൻ രണ്ട് ഇത് കൂടുതൽ കൊടുക്കാം, 2 ബസ് കൂടുതൽ കൊടുക്കാം, 2 കാറ് കൂടുതൽ കൊടുക്കാം. മനസ്സിലായില്ലേ? അങ്ങനത്തെ ബഡ്ജറ്റിൻ്റെ കാലം കഴിഞ്ഞു. അതൊക്കെ പണ്ടത്തെ കാലത്തുള്ള ബഡ്ജറ്റുകളാണ്. ഈ എയിംസ് കൂടെ കിട്ടിയിട്ട് നിങ്ങൾക്ക് എവിടെ കൊണ്ട് ഈ എയിംസ് കൂടെ വെക്കാനാണ്? കേരളത്തിൽ അല്ലെങ്കിൽ മുട്ടിയിട്ട് അത്രത്തോളം ഹോസ്പിറ്റലുകളുണ്ട്, അത്രത്തോളം മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ എയിംസ് കൂടെ എന്ത് കാണിക്കാനാണ്? എയിംസും കൂടെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഇപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ഗ്ലോബലി നടക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം. മനസ്സിലായില്ല? ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം അന്താരാഷ്ട്ര ലെവലിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. വേൾഡ് എന്ന് പറയുന്ന, ലോകം എന്ന് പറയുന്ന വല്ലാത്തൊരു ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിയോ പൊളിറ്റിക്സ് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അമേരിക്കയുടെ ഭീഷണി ഒരു സൈഡിൽ, റഷ്യയുടെ പ്രശ്നങ്ങൾ, ഇറാൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മുടെ ചുറ്റിനുമുള്ള ഭീകര രാഷ്ട്രങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ഭീകരവാദികൾ, ഇതുകൊണ്ട് ആകെപ്പാടെ കുത്തി മറിഞ്ഞ് കിടക്കുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്കൊരു സേവ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതാണ് ബഡ്ജറ്റ് ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഒരു കോറിഡോർ ഉണ്ടാക്കാം. മനസ്സിലായി? റെയർ മെറ്റൽസിൻ്റെ ഒരു കോറിഡോർ. ഈ 17 മെറ്റൽസാണ് റെയർ മെറ്റലായിട്ട് കൂട്ടിയിരിക്കുന്നത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ചൈനയുടെ ഇരിക്കുന്ന എന്താ പറയുക, തുറുപ്പ് ഗുലാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ റെയർ എർത്ത്സ് ആണ്. മനസ്സിലായി? ആ സാധനം ചിപ്പ് ഉണ്ടാക്കാൻ വേണം, ഈ ബാറ്ററി ഉണ്ടാക്കാൻ വേണം, എന്ത് ചവറുണ്ടാക്കാൻ എല്ലാത്തിനും ഇപ്പോൾ അത് വേണം. ഇപ്പോഴത്തെ ലോകത്ത് അതില്ലാണ്ട് ഒന്നും നടക്കില്ല. ഇത് അവരുടെ കയ്യിൽ സുലഭമായിട്ടുണ്ട്, നമ്മുടെ കയ്യിലും ഉണ്ട്. പക്ഷേ നമുക്കിത് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവില്ല നമ്മുടെ കയ്യിൽ. അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്ത്, പണ്ടേ ഇത് മുൻകൂട്ടി കണ്ട് വികസിപ്പിച്ചെടുത്തത് ചൈനയാണ്. അതുകൊണ്ടാണ് ട്രംപ് കൂടുതൽ പറയുമ്പോൾ ചൈന ഇതെടുത്ത് ഇങ്ങനെ പൊക്കി കാണിക്കും ഈ കാർഡ്. അപ്പോഴത്തെ ട്രംപ് വീണ്ടും മിണ്ടാണ്ടിരിക്കും. മനസ്സിലായി? നമുക്ക് അങ്ങനെ ഒരു തുറുപ്പ് ചീട്ട് നമ്മുടെ കയ്യിലില്ല. അത് കണക്ക് തന്നെ വേറെ അവർ ബഡ്ജറ്റ് കൊടുത്തിരിക്കുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? ഒരു രാഷ്ട്രം പുരോഗമിക്കണമെങ്കിൽ അതിന് ഏറ്റവും വലുത് അതിൻ്റെ റെയിൽ, റോഡ്,
അല്ലേ, എയർ ഗതാഗതങ്ങൾ, മനസ്സിലായില്ലേ, അത് വികസിപ്പിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ് ഈ ബഡ്ജറ്റ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു നാഷണൽ ബഡ്ജറ്റാണ്, മനസ്സിലായി. ഡിഫൻസിന് ഇത്ര വെക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഒരു നാഷണൽ ഇൻട്രസ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇനി വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, ബാക്കിയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വരാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ മുൻകൂട്ടി ഫോർസൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് BJP ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ഫോർസൈറ്റ് ഉണ്ട്, അവർക്കൊരു വിഷനുണ്ട്. ഇങ്ങനെയുള്ള ഇപ്പം നിങ്ങൾ മലയാളികൾ എത്രത്തോളം അതിനൊക്കെ വലിയ കാര്യങ്ങളായിട്ട് കാണുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനായിട്ട് നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കി, പല ഗൾഫ് കൺട്രീസുമായിട്ട് ഉണ്ടാക്കി, പല രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ഉണ്ടാവുന്നതല്ല, മനസ്സിലായി. ഇതൊക്കെ അത്രത്തോളം ഡിപ്ലോമാറ്റിക് ലെവലിൽ ഡിസ്കഷൻസും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എത്ര ഒബ്വിയസ്ലി നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കും, അവരിങ്ങോട്ട് തരും. പക്ഷെ ഇതിനൊന്നും മനസ്സിലാക്കാണ്ട്, ഇതിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ട് എയിംസ് കിട്ടിയില്ല, മറ്റേ ബസ് കിട്ടിയില്ല, കാറ് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇങ്ങനെയുള്ള വെറും ചെറിയ കാര്യങ്ങൾ. ഇതൊക്കെയാണല്ലോ നമ്മുടെ ആൾക്കാർ കേൾക്കുന്നത്. നമ്മുടെ ആൾക്കാർ അപ്പുറത്തേക്ക് നമ്മുടെ ആൾക്കാർ ചിന്തിക്കുന്നില്ല, അവർ കേൾക്കുക വേണ്ട, മനസ്സിലായില്ലേ. പിന്നെ BJPക്കാർക്കൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് ഈ നെറേറ്റീവ്സ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഇത് നടന്നല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ നടന്നല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ പാകിസ്ഥാനെ അടിച്ച് ഒരു വഴിക്കാക്കി, മനസ്സിലായില്ല. അവരുടെ ന്യൂക്ലിയർ ഇതുവരെ അടിച്ച് അവരെ കിരാന ഹിൽസ് വരെ കൊണ്ട് ബോംബിട്ടു. പക്ഷേ നിങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയ നെറേറ്റീവ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്ത്യ മൊത്തത്തിൽ അവർ തകർത്തെന്ന് വിചാരിക്കും, മനസ്സിലായി. ഇന്ത്യക്കുള്ളിലിരിക്കുന്ന നമുക്കറിയാം എന്താ സംഭവിച്ചതെന്നുള്ളത്, പക്ഷെ പുറം രാജ്യങ്ങളിലിരിക്കുന്നവർ ഈ നെറേറ്റീവാണ് കാണുന്നത്. അപ്പോൾ ഇന്ത്യ എവിടെ ഫെയിൽ ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യ ഫെയിൽ ടു മേക്ക് എ നെറേറ്റീവ്. ആ സെയിം സാധനമാണ് ഇവിടെ ഇപ്പോൾ BJPക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു നെറേറ്റീവ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇൻഫർമേഷൻ കറക്റ്റായിട്ട് എത്തേണ്ടടുത്ത് എത്തിക്കാനോ, ഒരു സോഷ്യൽ പുതിയ യുഗത്തിൽ എങ്ങനെ ജനങ്ങളിലേക്ക് ഇൻഫർമേഷൻസ് എത്തിക്കണം, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, PR വർക്കല്ല, അതിൻ്റെ ഒരു PR വർക്ക് എന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ അവർക്ക് അതൊരു നെറേറ്റീവായിട്ട് വേണമെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയാം, ആ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതിൻ്റെ എല്ലാം ഒരു ബേസ് എന്താണ്, വോട്ട്സ് ആണ്, അല്ലേ. ഒരു ഗവൺമെൻറ് സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് വോട്ട് കിട്ടണം, മനസ്സിലായേ. അപ്പോൾ ഈ വോട്ടിലേക്ക് അത് കൺവേർട്ട് ആവണമെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലണം. അത് എത്രത്തോളം നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ ഡൗട്ട്ഫുള്ളാണ്. ഇപ്പം എന്താ പറയുക, അതിൻ്റെ നെഗറ്റീവ്സ് എന്നാൽ പ്രതിപക്ഷം ഈ നെഗറ്റീവ്സ് ഉണ്ടാക്കാനായിട്ട് വളരെ മുന്നിലുമാണ്, മനസ്സിലായില്ലേ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ആയാലും നമ്മുടെ CPM പാർട്ടി അവരൊക്കെ ദേ ആർ എക്സലന്റ് ഇൻ മേക്കിംഗ് നെറേറ്റീവ്സ്. ഒന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് ചെയ്തെന്ന് കാണിക്കാൻ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ് അവർ. അത് കണക്ക് തന്നെയാണ്, ഇറ്റ് ഈസ് ഗുഡ്. അവരുടെ കഴിവാണ്, മനസ്സിലായി. നമ്മുടെ എന്താ പറയുക, ദേശീയവാദം വന്നപ്പം വഴുതിനെ ഫ്ലക്സ് അടിച്ച് വെച്ചില്ലേ, ഇത് ഞങ്ങൾ കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണക്ക് തന്നെ പല പദ്ധതികൾ, 40,000 കോടി 50,000 കോടി പദ്ധതികൾ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കാണാം പലയിടത്തും. ഞങ്ങൾ കൊണ്ടുവന്ന്, അതുകൊണ്ട് കേരളത്തിന് കഞ്ഞി കുടിക്കാൻ കാശില്ല ചേട്ടന്മാർ, അവിടെയാണ് 40,000 കോടി. ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ ഓരോരോ പദ്ധതികൾ ഇവിടെ വന്നിട്ട് അതിന് പേര് മാറ്റി ഞങ്ങളുടെ അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്നത്, മനസ്സിലായില്ല. ആ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അവർ ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ദേ വെരി സ്മാർട്ട്. അപ്പോൾ ഈ ഒരു സാധനം BJPയിൽ ഇല്ല, BJPയിൽ മിസ് ചെയ്ത് പോകുന്നു എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അത് BJPയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട. വളരെ ഇപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തതിനെപ്പറ്റി നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കി ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ വിൽ ബി ലോസ്റ്റ്. ഇതിൻ്റെ അകത്ത് ഈ തെറ്റിദ്ധാരണയുടെ ഇടയിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇന്ത്യക്ക് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് കുറേ റിലീജിയനും മറ്റേ എന്താ പറയുക, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവാണ്, മുസ്ലിമാണ് പറഞ്ഞുകൊണ്ടിരിക്കലല്ല വേണ്ടത്. ലോകത്ത് ആർക്കും അത് അറിയണ്ട, മനസ്സിലായില്ലേ. നീ ഒരു ഇന്ത്യൻ ആണോ, അത് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാണ്ട് മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം ആരുമില്ല. ആപത്ത് കാലത്ത് ആരും ഉണ്ടാവില്ല. ഒരു മുസ്ലിം രാജ്യം, ഇസ്ലാമിക് രാജ്യം ഉണ്ടാവില്ല, ഒരു ക്രിസ്ത്യാനി രാജ്യം ഉണ്ടാവില്ല, ഒരു ഹിന്ദുവിന് പറ്റിയ വേറെ രാജ്യങ്ങളും ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇന്ത്യക്കാർക്ക് ഇന്ത്യ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇനിയും വരുന്ന കാലത്തെങ്കിലും ആൾക്കാർക്ക് ഒരു ബോധം വേണം. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം നമ്മളെ എന്താ പറയുക, ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താണ്, ആ ലെവലിൽ വരെ അറിയോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോർട്രേ ചെയ്യുന്നതും അതൊരു പോയിൻ്റാണ്. ഇനി നമ്മൾ പണ്ടത്തെ കണക്ക് ഈ മുറുക്കിത്തുപ്പ് നടക്കുന്നതും മറ്റേ കോണാനെടുത്തോളം നടക്കുന്ന പിക്ചർ അല്ല പുറത്തേക്ക് കൊടുക്കേണ്ടത്. നമുക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മളെ തന്നെ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട്
പുഷ് ചെയ്യണം, മനസ്സിലായില്ലേ? Presentation. പ്രസന്റേഷൻ. നമ്മളെപ്പോഴും അങ്ങോട്ട് ഉള്ളിൽ തന്നെ ഇരുന്ന് രാജീവ് ഗാന്ധി സോറി നമ്മുടെ രാഹുൽ ഗാന്ധി പോയി ട്രംപ് ഇന്ത്യൻ എക്കോണമി ഡെഡാന്ന് പറയുമ്പോൾ സത്യമല്ലേ പറഞ്ഞ കണക്കത്ത് അങ്ങനത്തെ പൊട്ടന്മാർ അല്ല ലോകത്താരെങ്കിലും പറയുമോ? ട്രംപ് ഇന്ത്യൻ എക്കോണമി അയാളുടെ കാര്യം നടക്കാൻ വേണ്ടി അയാൾ പലതും പറയും. അയാൾക്ക് അറിയാമല്ലോ അത് ഏറ്റുപിടിക്കാൻ നടക്കുന്ന നമ്മുടെ പ്രതിപക്ഷവും അങ്ങനെ പല കാര്യങ്ങളും. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കേട്ട് നിങ്ങൾ എന്താ പറയുക, നമ്മളെ മലയാളികൾ ഇത്രത്തോളം വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ? And we had a strong section. സ്ട്രോങ് സെക്ഷൻ. അപ്പോൾ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. നമ്മുടെ രാജ്യത്തിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനി വരും തലമുറയ്ക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ തലമുറ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചിടിച്ച് പോകും, പക്ഷെ അടുത്ത തലമുറയ്ക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യം മുമ്പോട്ട് പോകണം. അതിന് നമ്മൾ എന്താ പറയുക, നമ്മളൊരു കറക്റ്റായിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മളുണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ അത് വെച്ച് ബയസ്ഡ് ആവും. അത് പലതും പറയും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. യൂട്യൂബിൽ കയറിയിട്ട് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതും കിട്ടും മോശം കിട്ടും. പക്ഷെ നിങ്ങൾക്ക് കുറേ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ കറക്റ്റ് പിക്ചർ എന്നുള്ളത്. ചുമ്മാ കുറേ മലയാളം മാധ്യമങ്ങൾ കുറേ അന്തി ചർച്ച നടത്തുന്നതാണ് കല്ല കാര്യങ്ങൾ നടക്കുന്നത്. മനസ്സിലായി? ഇതൊക്കെ പുറം ഒരുപാട് എഫേർട്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ രാജ്യം ഇത്ര 140 കോടി ജനങ്ങളാണ്. ഇത്രയും ജനങ്ങളെയും വെച്ചിട്ട് ഒന്നിനെ അങ്ങോട്ട് വിളിച്ചാൽ മറ്റേ ഇങ്ങോട്ട് പോകും. അങ്ങനെയുള്ള ജനങ്ങളെയും വെച്ചിട്ട് മനസ്സിലായില്ലേ, ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. മനസ്സിലായി? രാഷ്ട്രീയം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം ആയിക്കോട്ടെ, പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ പ്രതിപക്ഷമായാലും ഇത് എന്തും ആയിക്കോട്ടെ, നമ്മുടെ ജനങ്ങളായാലും ആദ്യം ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളൊരു ഇത് നമുക്കുണ്ടായില്ലെങ്കിൽ നമുക്ക് വരുന്ന കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഇനി ഇങ്ങനൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. Bye.